ബ്യൂട്ടിഫുൾ സോൾസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജിയാണ്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ജെൻഡർലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗും ആണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലോ ആണ്. മെസ്സേജ് ഇല്ല, യാതൊരു തരത്തിലുള്ള മൂവ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഒരു പെട്ടെന്നുള്ളൊരു എനർജി അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിലർക്ക് ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകാം. അതല്ലെങ്കിൽ ഒരു സഡൻ ആയിട്ടുള്ളൊരു എനർജി ഷിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എനർജി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഹേർട്ടായിരുന്നു. നിങ്ങൾ അവർ ഒരുപാട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കുള്ളിൽ വളരെയധികം ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ശരിക്കും നിങ്ങൾ അടുത്തോട്ട് ചെല്ലും തോറും നിങ്ങൾ അവരെ പുഷ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആണെന്ന് പറയാൻ നിങ്ങളെ വിളിക്കുമ്പോൾ അപ്പോൾ ഒരു സൈലൻസ് എപ്പോഴും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. വേണമെങ്കിൽ അവർ തന്നെ വരട്ടെ എന്ന ഒരു എനർജി നിങ്ങൾ ലാസ്റ്റ് എടുക്കേണ്ടി വന്ന ആ ഒരു തരത്തിലോട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പതുക്കെ പോയത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസും ഇതേപോലെ ഒരു ഒരു എന്താ ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാം തന്നെ വളരെ നല്ലതുപോലെ മനസ്സിലായിരുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം സെൻസ് ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ അവരൊട്ടും എന്താ പറയുക, അവരൊട്ടും നല്ല പ്രോപ്പറായിട്ടല്ല അവർ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ദിവസം പെട്ടെന്ന് അവർ ഡിസ്റ്റൻസ് ആവും, അതല്ല പിന്നെ ഒരു ദിവസം വളരെ ക്ലോസ് ആവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളെ തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓൺ ഓഫ് ആയിട്ട് റിലേഷൻ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും ഇയാൾക്ക് എന്നോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടോ? ഒരു ദിവസം വളരെ നല്ല അടുപ്പത്തിലാവും, പിറ്റേ ദിവസം ഒരു നമ്മൾ വിളിച്ചാലും അറ്റൻഡ് ചെയ്യില്ല, ഒരു തരത്തിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതേ ടൈപ്പ് ഓഫ് ഒരു എനർജി ആയിരുന്നു ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ചിലരുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് മേ ബി റിലീജിയൻ വ്യത്യാസമായിരിക്കാം. അതായത് നിങ്ങൾ സെയിം കാറ്റഗറിയിലുള്ള ആൾക്കാരാവില്ല, മനസ്സിലായി? ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ റിലീജിയൻ ആവാം, ചിലപ്പോൾ ഫിനാൻസ് വൈസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു രീതിയിൽ നിങ്ങൾ തമ്മിൽ വ്യത്യാസമായിരിക്കാം, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ കമ്മിറ്റഡ് ആവുന്ന ഇതിൽ വളരെയധികം ഫിയർ ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങളോട് ഡയറക്റ്റ്ലി പറയണമെന്നില്ല, പക്ഷേ അതുമൊക്കെ ഒരു പ്രോബ്ലം ആയിരുന്നു ഈ ഒരു പേഴ്സണ്. അതുകൊണ്ട് തന്നെ പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അയാൾ ചിലപ്പോൾ ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കാം. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി നമുക്ക് കാണുന്നത് എല്ലാ കേസിലും ഇല്ല, മേ ബി. അതായത് കുറേ കാര്യങ്ങളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു റീസൺ ആവാനും ഉണ്ട്, മനസ്സിലായോ? ചിലപ്പോൾ റിലീജിയൻ ആയിരിക്കാം, ചില കമ്മിറ്റ്മെന്റ് ഫിയർ ഏതെങ്കിലും തരത്തിൽ, അതല്ലെങ്കിൽ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിയും ആയിരിക്കാം. ഒരു റീസൺസ് ഒക്കെ കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്കും ഒട്ടും ഉറപ്പില്ലായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങോട്ട് പോകും, എന്താകും എന്നൊക്കെ ഓർത്ത്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് തോന്നും ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കുകയാണോ, അത് ഫ്ലേർട്ട് ചെയ്യാണോ, അങ്ങനത്തെ ഒരു എനർജി ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ എനർജി വെച്ചിട്ട് അങ്ങനത്തെ ഒരു എനർജി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ ഒരു എന്താ പറയുക, ഒരു ബിസിനസ് മൈൻഡ് സെറ്റ്, പിന്നെ മണി ഫോക്കസ് ചെയ്യുന്ന സ്റ്റാറ്റസ്, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ടൈപ്പ്, അങ്ങനത്തേക്ക് ഒരു ടൈപ്പ് ഓഫ് ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ വരുന്നത്. അതായത് സീരിയസ് ടൈപ്പ് ഓഫ് എനർജിയാണ്. പക്ഷേ ഇമോഷണലി ഒരുപാട് ബ്ലോക്സ് ഈ ഒരു പേഴ്സൺ ഉണ്ട്, മനസ്സിലായോ? അത് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞ പോലെ. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ കൊണ്ട് തന്നെയാണ്, അതല്ലാതെ അയാൾ നിങ്ങളെ പറ്റിക്കാനോ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല, മനസ്സിലായി? അപ്പോൾ അത്രയ്ക്ക് ഒരു മേ ബി ഇയാളൊരു ബിസിനസ് മാൻ ആയിരിക്കാം, അതല്ലെങ്കിൽ അതേപോലെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരിക്കാം. ഫ്യൂച്ചറിനെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു മൈൻഡ് സെറ്റൊക്കെ ഉള്ള ഒരാളായിരിക്കാം, മനസ്സിലായി? എന്ത് കാര്യം ഉണ്ടെങ്കിലും വളരെ സീരിയസും ജെന്യൂനുമായിട്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് മെസ്സേജസും ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ഒരാളായിരിക്കാം. അതേപോലത്തെ ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റിക്കുക എന്നുള്ളൊരു ടൈപ്പ് ഓഫ് എനർജിയിലല്ല നിന്നത്.
പിന്നെ നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും പറഞ്ഞാൽ നല്ല തരത്തിലുള്ള ഫീലിങ്സും ഇഷ്ടവും ഉണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കരുതുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ല എന്നാണ്. അവന് എന്നോട് ഇഷ്ടമില്ല അല്ലെങ്കിൽ അവൾക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് അങ്ങനത്തെ ഒരു വിചാരമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത്. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഇഷ്ടം ഉണ്ട്. ഒരുമിച്ച് ഒരു ലൈഫ് കൊണ്ടുപോകുന്ന ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മനസ്സിലായി. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഇങ്ങനെയുള്ള ബ്ലോഗ്സും പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഈ ഒരു ബ്ലാക്ക് എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് സെൻസ് ചെയ്യാം. അപ്പോൾ അതും ഒരു റീസൺ ആവും. മനസ്സിലായോ? അതല്ലെങ്കിൽ കണ്ണെന്നൊക്കെ പറയില്ല, അതേപോലെ എന്തെങ്കിലും ഒരു എനർജിയുടെ ഒരു ഇത് ഉണ്ടാവാനും ഉള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടും ഇങ്ങനെ രണ്ടുപേരുടെ മൈൻഡിൽ ഇങ്ങനത്തെ ഒരു തോന്നലും ഇഷ്ടമല്ല എന്നൊരു ഫീലിങ്ങിലും ഒക്കെ നിൽക്കാൻ കാരണം. ബ്ലോക്കേജസ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടിയിലും മിക്കവാറും ഒരു നെഗറ്റീവ് ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്പേസ് വേണം, അതല്ലെങ്കിൽ ഞാൻ ബിസിയാണ്, കുറച്ച് ബിസിയാണ്, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം, അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്യൂച്ചർ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റി സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇമോഷണലി അയാൾ റെഡി അല്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാർഡ്സ് വരുന്നതിൻ്റെ അകത്തൊക്കെ തന്നെയാണെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ എല്ലാവരെയും പോലെ ഈ ആ ഒരു വ്യക്തിക്കുമുണ്ട്. അതായത് മേ ബി ലൈഫിൽ ഒരുപാട് റിജക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ ഒരുപാട് അനുഭവിച്ചിട്ടൊരു ആളായിരിക്കാം. അതൊക്കെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇമോഷണൽ ബ്ലോക്സ് ഉണ്ട്. മേ ബി ഇയാളുടെ ഫീലിങ്സും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഇവർക്ക് കൊച്ചിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പാരൻസ് അതല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും, അതല്ലെങ്കിൽ അതിനെ അടക്കി വെക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലൊരു ഇമോഷണൽ ബ്ലോക്കേജസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വെച്ചിട്ട് അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യും, പക്ഷേ ഡിലീറ്റ് ചെയ്യുന്നു. അതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ട്, പക്ഷേ വേണ്ടാന്ന് ഓർത്തിട്ട് ഉടനെ അവർ അതിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇമോഷണൽ ബ്ലോക്കേജസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാൻഡിലിൽ മെഴുതിരിൽ ലൈറ്റ് ഇത് കത്തിക്കുമ്പോൾ നമ്മൾ ഊതിക്കെടുത്തുമ്പോൾ അത് പെട്ടെന്ന് വീണ്ടും അത് ആളി കത്തുന്ന രീതിയിലോട്ടൊന്ന് വരിക എന്ന് ഓർത്ത് നോക്കിക്ക്. അതേപോലത്തെ ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ അയാൾക്കത് കെടുത്താൻ വേണ്ടി ആൾ ഊതുമ്പോൾ അത് വീണ്ടും ഹൈ സ്ട്രോങ് ആയിട്ട് വീണ്ടും അത് തെളിഞ്ഞു വരുന്നു. മനസ്സിലായോ? അതായത് അതേപോലത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ചെറിയൊരു ഇത് കാറ്റുകൊണ്ട് ഊതിക്കെടുത്താൻ നോക്കുമ്പോൾ അതൊന്നുകൂടെ ആളിക്കത്തുന്ന പോലത്തെ. അപ്പോൾ അത് നിങ്ങളുടെ ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ അവരെ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്ത് പോയാലും എനർജിയുടെ ഒരു പുള്ള ആ ഒരു പേഴ്സണ് നല്ലതുപോലെ ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കണക്ഷൻ യാതൊരു വിധ തരത്തിലും കട്ടായി പോവാതെ വീണ്ടും വീണ്ടും കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസോ അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ അതല്ലെങ്കിൽ യാതൊരു ടൈപ്പ് ഓഫ് ഒരു എനർജി എക്സ്ചേഞ്ചും ഇല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലൊന്നുമില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരുമിക്കാനുള്ള ഒരു ആഗ്രഹം രണ്ടുപേരുടെ ഉള്ളിൽ നല്ലതുപോലെ ഉണ്ട്. പിന്നെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് അതായത് നിങ്ങളടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആ ഒരു വ്യക്തിയില്ല, നിങ്ങൾക്ക് തോന്നുന്ന അതേപോലത്തെ എല്ലാ ഫീലിങ്സ് ആ ഒരു വ്യക്തിക്കുമുണ്ട്. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിനെ പറ്റി ഓർക്കുമ്പോഴുള്ള ആ ഒരു ഇമോഷണൽ അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സെയിം രീതിയിൽ തന്നെ ആ ഒരു പേഴ്സണും ഉണ്ടെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വളരെ ആങ്സൈറ്റി അങ്ങനത്തെ ഒരു എനർജി ടൈപ്പ് ആണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതായത് രാത്രി കാലങ്ങളിൽ ഉറക്കമില്ല, രാത്രി ചിന്തകളുണ്ട്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നല്ലതുപോലെ ഉണ്ട്, നിങ്ങൾ വിട്ടുപോകുമോ എന്നൊരു പേടി അവരുടെ ഉള്ളിലുണ്ട്. എങ്കിൽ പോലും ഒരു ചെറിയൊരു പ്രതീക്ഷ അവരുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ സോൾ കൊടുക്കുന്ന ആ ഒരു എനർജിയാണ്. മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നോക്കുമ്പോൾ അയാൾക്ക് ഈ ഒരു പേടിയും കാര്യങ്ങളുണ്ട്. ബട്ട് സോൾ ലെവലിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഹോപ്പ് അയാൾക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ അതേപോലത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. ഒരു എന്താ പറയുക, ഇത്രയും നാളത്തെ ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പാണ് വരാൻ പോകുന്നത്. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലൊരു ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനൊരു നല്ലൊരു തീരുമാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് നിങ്ങൾ കേൾക്കാനും ഒക്കെ ഒരു ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ
അപ്പോൾ അവരുടെ സോൾ ലെവലിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നീ മൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. നീ നിന്റെ എനർജി വൈസ് നീ എന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കൂ. ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരാം എന്നൊരു തരത്തിലൊരു എനർജി സെൻഡിങ് നിങ്ങളിലോട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊന്നുമില്ല ഈ സ്വപ്നത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ സിമ്പിൾസ് പോലെ നിങ്ങൾ ആ വ്യക്തിയുടെ പേരുകൾ, അതല്ലെങ്കിൽ സിഗ്നൈസിങ് നമ്പേഴ്സ്, അതല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും യൂണിവേഴ്സൽ മെസ്സേജസ് നിങ്ങൾ ചോദിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ കാണുക. അയാളുടെ സെയിം നെയിമുള്ള ഒരാൾ, അതല്ലെങ്കിൽ അതേപോലെ നെയിമുള്ള ഒരാൾക്കാർ മാച്ചിങ് ആയിട്ടുള്ള, അതേപോലെ ഒരുപാട് സിമ്പിൾസും മെസ്സേജസും അങ്ങനെ 111 അങ്ങനെ ബട്ടർഫ്ലൈസ് എന്തുമാവാം, മനസ്സിലായോ? അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അത് അയാൾ ഈ ഒരു എനർജി വൈസ് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളോട്. ഒരു ഡിസ്റ്റൻസിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് 2 കൺട്രീസിലാണെങ്കിൽ, 2 സ്ഥലത്താണെങ്കിൽ, ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ വന്ന് കാണാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ട്രാവൽ ചെയ്ത് വന്ന് കാണാനുള്ള ചാൻസ് ഉണ്ട്. സഡൻ മെസ്സേജസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. മേ ബി നമുക്ക് ഒരുമിച്ച് കാണാം, അങ്ങനത്തെ രീതിയിലൊക്കെയുള്ളൊരു മെസ്സേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുക. അങ്ങനത്തെ ഒരു രീതിയിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി. എന്ന സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഹീൽഡ് ആയിട്ടായിരിക്കും ആ ഒരു പേഴ്സൺ വരുന്നത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റിഗ്രറ്റ്സും കാര്യങ്ങളുണ്ട്. നിങ്ങളോട് ഒരുപാട് ക്ഷമയും കാര്യങ്ങളൊക്കെ പറയും. പിന്നെ എന്താ പറയുക, ഒരു ലോങ് ആയിട്ടുള്ളൊരു ഒരു സങ്കടകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. അതായത് നിങ്ങൾ തമ്മിൽ കാണാതിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ വിഷമങ്ങളും ഒക്കെ നിങ്ങൾ തമ്മിൽ സംസാരിക്കും. അതിനൊക്കെ ലവേഴ്സ് കുറേ നാൾ കാണാതിരുന്ന് കാണുമ്പോഴുള്ള ടൈപ്പ് ഓഫ് ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ കാര്യങ്ങളും അവിടെ സംഭവിക്കുമെന്നാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ അറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള ആ ഒരു ഫിയറും കാര്യങ്ങളൊക്കെ മാറും. മേ ബി ഗോസിപ്പായിരിക്കാം. രണ്ടൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരിക്കാം. അതൊക്കെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വീണ്ടും തൊട്ടപ്പുറത്തുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരായിരിക്കും, എന്തോ ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോസിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പേടിയുണ്ട് രണ്ടുപേർക്കും. ആളുകൾ എന്ത് പറയുമെന്നൊരു പേടി വളരെ നല്ലതുപോലെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നിങ്ങൾ എടുക്കാൻ തുടങ്ങും, മനസ്സിലായി? അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പറയാൻ പറ്റും, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു എക്സ് ഉടൻ തന്നെ തിരിച്ചു വരും. ചിലപ്പോൾ ഈ ഒരു എക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലും പഠിച്ചൊരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ കുറേ വർഷം, ഒരു 10-12 വർഷമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരാളും ആയിരിക്കാം, മനസ്സിലായി? അപ്പോൾ സഡൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഷോക്ക് തരുന്ന രീതിയിലായിരിക്കാം ആ ഒരു പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് ആ ഒരു എനർജി സെൻഡ് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു പേഴ്സൻ്റെ ശരിക്കുമുള്ള ഫീലിങ്സ് എന്ന് വെച്ചാൽ അയാൾക്ക് നല്ലതുപോലെ ബ്ലോക്കേജ്, ഇമോഷണലി ഒക്കെ ഒരുപാട് ബ്ലോക്കേജുള്ള ഒരാളാണ്. പക്ഷേ അയാൾ വീണ്ടും ഒരു ചാൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരുപാട് ഈഗോ ഫൈറ്റുകളും കാര്യങ്ങളും ചൈൽഡ്ഹുഡ് ട്രോമാസും ഒക്കെ ഉള്ളിലുണ്ട്. പക്ഷേ അതിനൊക്കെ ഉപരി അയാൾക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം, നിങ്ങളോട് ഒരുപാട് സ്നേഹവും ഉണ്ട്. അപ്പോൾ അയാളുടെ ഫൈനൽ ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, വളരെ ഗ്രൗണ്ടഡ് ആണ്, വളരെ കാമാണ്. നിങ്ങൾ എന്തിനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല, അതല്ലെങ്കിൽ ചേസ് ചെയ്ത് പുറകെ നടക്കേണ്ടതില്ല എന്നൊരു ടൈപ്പ് ഓഫ് എനർജിയാണ്, മനസ്സിലായി? അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നിങ്ങൾ യൂണിവേഴ്സിൽ സെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സണ് കൂടുതലും നിങ്ങളോട്ട് കണക്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു സൈലൻസും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങളിലേക്ക് വരാനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു പേഴ്സൺ വരും. അപ്പോൾ നിങ്ങളായിട്ടുള്ളൊരു കോണ്ടാക്റ്റും നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പും ആവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.